അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പോസ്റ്റർ, സോഷ്യൽ മീഡിയ പോസ്റ്റർ, അത് നമ്മൾ നേരത്തെ 2 വീഡിയോസ് ഇട്ടതാണ്. ഇത് നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കഫേ പോസ്റ്റർ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇമേജസ് ഒക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, എലമെൻറ്റ്സ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾക്ക് എലമെൻറ്റ്സ് എടുത്തു വെക്കാം. ഇപ്പം നമ്മൾ ഇതിന് എടുത്തു വെച്ചിരിക്കുന്ന ഫയൽ എന്ന് പറയുമ്പോൾ 2000x2000 എന്ന റേഷ്യോയിലുള്ള ഫയലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇടാനുള്ള പോസ്റ്റിൻ്റെ ഒരു സൈസാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. നമ്മളതിന് എടുത്തു വച്ചേക്കുന്ന ഒരു ഇമേജസ് ഇവിടെ തൽക്കാലം ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന എലമെൻറ്റ്. പക്ഷെ നമുക്കിപ്പോൾ അത് ആവശ്യമില്ല, നമുക്കതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് ആദ്യമേ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ഒന്ന് നോക്കാം. അതിന് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് നമ്മൾ ബ്ലെൻഡിങ് ഓപ്ഷനിൽ പോയിട്ട് കളർ ഓവർലേ എടുക്കുക. അതിൽ നമുക്കൊരു ഓറഞ്ച് കളറ് കൊടുക്കാം. ഒരു ഓറഞ്ച് കളർ കൊടുക്കാം. നിങ്ങൾ നിങ്ങളേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഒരു ബേസിക് ആണ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു ലെയർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ റൈറ്റിൽ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഒരു റെക്റ്റാങ്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇമേജസും ഒന്ന് മാറ്റി കൊടുക്കാം. അവിടെ നമുക്കൊരു യെല്ലോ ഒന്ന് കൊടുത്തു നോക്കാം. ഒരു യെല്ലോ കളർ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ജസ്റ്റ് നമ്മൾ നോക്കുകയാണ് ഏതാ ഷൂട്ടെന്നനുസരിച്ച് അതിനനുസരിച്ച് നമുക്കത് ചെയ്തെടുക്കാനുള്ളത്. ഓക്കെ, നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റിൽ നമ്മുടെ എലമെൻറ്റുമായിട്ട് ഷൂട്ടാവുന്നില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കളറ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ആ എലമെൻ്റ് ഒന്ന് നമ്മുടെ ഒന്ന് ഓണാക്കി വെച്ച് കൊടുക്കാം. Ctrl+T പ്രസ് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് സ്കെയിൽ അപ്പ് ചെയ്യാം. നമുക്ക് ഈ ഒരു സൈസ് മതി. നമുക്ക് ടെക്സ്റ്റും കാര്യങ്ങളും ആഡ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, നമ്മൾ ആ എലമെൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ലെയർ കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ ബ്രഷ് ടൂൾ എടുക്കുക. നേരെ മേളിൽ പോയിട്ട് അതിൻ്റെ ഒരു ഷാഡോ ഷേപ്പിൽ ഒന്ന് സർക്കിൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി അതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇവിടെ ഒരു പ്ലസ് ചെയ്യുക. ഇനി ആ ലെയർ ജസ്റ്റ് ഒന്ന് നമ്മുടെ എലമെൻറ്റിൻ്റെ താഴോട്ട് കൊണ്ടുവന്ന് ഡ്രാഗ് ചെയ്യുക. കണ്ടോ, അവിടെ ഒരു ഷാഡോ എഫക്റ്റ് വരാൻ വേണ്ടിയാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് 2 ലെയറും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് Ctrl+T അടിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുറച്ച് സൈസാക്കാം. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റ് എടുക്കാം. ക്യാപ്സ് ലോക്ക് അടിച്ചിട്ട് ഓക്കെ, നമുക്കതൊന്ന് ജസ്റ്റ് സ്കെയിൽ ചെയ്ത് കൊടുക്കാം. നമുക്ക് ടെക്സ്റ്റിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഒരു തൽക്കാലം വൈറ്റിലേക്ക് മാറ്റാം, ഒന്ന് എടുത്ത് കാണാൻ വേണ്ടി. ഇനി നമുക്ക് നമ്മുടെ ഫോണ്ട് ഒന്ന് മാറ്റാം. ബോൾഡ്, ഓക്കെ. നമ്മൾ ഫോണ്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ഫോണ്ടും കാര്യങ്ങളും ഏത് ഫോണ്ടായാലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഫോണ്ട് അവിടെ അവൈലബിൾ ആണ്. അതിൽ കയറി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാമെന്നുള്ള രീതിയിൽ സെർച്ച് ചെയ്യുകയും ചെയ്യാം, ഡൗൺലോഡും ചെയ്യാം. ആ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ബാക്ക് ടു വീഡിയോ. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് Ctrl+T പ്രസ് ചെയ്തിട്ട് ഇതൊന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കാം.
ഇനിയും നമുക്കൊന്ന് ചരിക്കാം. ഓക്കെ, ഇനി ഓൾട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഓക്കെ, നമ്മുടെ എലമെൻറ്റും ആ ഷാഡോവും കൂടെ ഉള്ള ലെയർ കുറച്ചൊന്ന് താത്ത് വെച്ച് കൊടുക്കാം. ഓക്കെ, ആ ചിക്കൻ എന്നുള്ളത് നമ്മുടെ നേരെ ചിക്കൻ ആ എലമെൻറ്റിൻ്റെ മേളിൽ വരാൻ നോക്കുക. കുറച്ചൊന്ന് മുട്ടിച്ചാൽ മതി. ഇനി ആ തന്തൂരി എന്ന് എഴുതിയേക്കുന്നതും കുറച്ച് നമുക്കൊന്ന് താത്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഒരു എഫക്റ്റ്, അതെല്ലാം ഒറിജിനൽ എഫക്റ്റ് കിട്ടാൻ ആ ചിക്കൻ എന്ന് എഴുതിയേക്കുന്ന ലെയർ ഡബിൾ ടിക്ക് ചെയ്ത് ഒരു റൈറ്റ് ക്ലിക്ക് ചെയ്ത് ബ്ലെൻഡിങ് ഓപ്ഷനിൽ പോയിട്ട് ഡ്രോപ്പ് ഷാഡോ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കുക. ഒത്തിരി ആയാൽ വൾഗറായി പോവും. നമുക്കൊരു 41 ആ റേഞ്ചിലൊന്ന് ഇട്ട് നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ തന്തൂരി എന്ന് എഴുതിയേക്കുന്ന ടെക്സ്റ്റും കുറച്ചൊന്ന് താഴോട്ട് കൊണ്ടുവന്നിട്ട് അതും ഇതുപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ബ്ലെൻഡിങ് ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ആ ഡ്രോപ്പ് ഷാഡോ ഒന്ന് ആഡ് ആക്കി കൊടുക്കാം. ഇപ്പോൾ നമുക്കൊരു എഫക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഒന്ന് സൂം ചെയ്തേക്കാം. ഈ ഒരു എഫക്റ്റിലാണ് നമുക്കത് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അതിന് ബ്ലെൻഡിങ് ഓപ്ഷനിൽ പോയിട്ട് കളർ ഓവർലേയിൽ പോയി കളർ ഒരു ബ്ലൂ ആഡ് ചെയ്തിട്ട് നോക്കാം. ഇത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ചും കൂടെ ഒന്ന് ഡ്രാഗ് ഓൺ ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇട്ടേക്കുന്ന ലെയറും കൂടെ അതിൻ്റെ ഓവർലേയും കൂടെ കൊടുത്ത് നോക്കാം. ഒരു ഗ്രീൻ നമ്മൾ കൊടുത്തു, പക്ഷെ അതൊരു ഷൂട്ടല്ല. അപ്പോൾ നമുക്കൊരു റെഡ്, ആ പഴയ ഒരു കളർ തന്നെ നമുക്കത് ചൂസ് ചെയ്യാം. ഓക്കെ, നമുക്കിത് തന്നെ വെച്ച് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ എലമെൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ എലമെൻറ്റിൻ്റെ നെയിം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ടെക്സ്റ്റിന് വേണമെങ്കിൽ കളറൊക്കെ കൊടുക്കാം, അത് നിങ്ങളുടെ ചോയ്സാണ്. നമ്മുടെ ജസ്റ്റ് ബേസിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതൊന്ന് ജസ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതൊന്ന് ജസ്റ്റ് അതിൻ്റെ എഡ്ജ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കർവ് ചെയ്തത് നമുക്ക് ജസ്റ്റ് കൺട്രോൾ ടി പ്രസ് ചെയ്ത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വലുതാക്കി കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബുക്ക് നൗ, ഓർഡർ നൗ എന്നുള്ള ഓപ്ഷൻസൊക്കെ ടെക്സ്റ്റൊക്കെ നമുക്കൊന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് സ്കെയിൽ അപ്പ് ചെയ്യുക. അപ്പം നമുക്ക് എല്ലാ ടെക്സ്റ്റും ഒരേപോലെ ആവണമെന്നില്ല. നമ്മുടെ മെയിൻ ടെക്സ്റ്റ് മാത്രം നമുക്ക് മാറ്റിയാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് ബേസിക്കായിട്ടുള്ള എലമെൻറ്റ്സ് ഫോൺസ് മാത്രം നമുക്ക് ആഡ് ചെയ്താൽ മതി. ഇതിൻ്റെ കളർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കളർ നമുക്കൊരു ബ്ലാക്കിലോട്ട് വെക്കാം. ഇവിടെ പ്ലേസ് ചെയ്യാം.
ഓക്കെ, ഇനി ഒരു എഫക്ട്സിന് വേണ്ടി കുറച്ച് ഡീറ്റെയിലിംഗ് കൊടുക്കുക. അതിനൊരു ജസ്റ്റ് ഒരു ഷേപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഫയൽ ക്ലോസ് ചെയ്യുക. ഒന്ന് ജസ്റ്റ് സൂം ചെയ്ത് വെക്കുക. സൂം ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ കോപ്പീസ് എടുക്കുക. അതിൻ്റെ കോപ്പീസ് എടുത്ത് വെക്കുക. താഴോട്ടുള്ളതും ഓക്കെ ആയിട്ടുള്ള. ഇതെല്ലാം ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് വലിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഇനി നമുക്കിതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നതിൻ്റെ എല്ലാം മൊത്തം 11 ലെയേഴ്സ് ഉണ്ട്. അതെല്ലാം നമുക്കൊന്ന് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് എടുത്തിട്ട് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് മെർജ് ഷേപ്പ് കൊടുക്കുക. മെർജ് ഷേപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അതെല്ലാം ഒറ്റ ലെയറായിട്ട് വരും. ഇനി ഇതെല്ലാം ഒറ്റ ലെയറായിട്ട് വന്നു. ഇനിയിപ്പോൾ നമ്മളത് കൺട്രോൾ ഇതടിച്ചിട്ട് ആ ലെയർ കൺട്രോൾ ടി അടിച്ച് അതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുക്കാം. അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കാം. ഇത്രയും ഓവർ ആവണ്ട, ഒരു 55 നമുക്ക് കൊടുക്കാം. അതൊന്ന് എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്യുക. അതിൻ്റെ ഒരു കോപ്പി നമുക്കെടുക്കാം. അതിൻ്റെ കോപ്പി എടുത്ത് നമുക്കിതുപോലെ എവിടെയെങ്കിലുമൊക്കെ പ്ലേസ് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ നമ്മൾ ഷേപ്സിൽ വന്നിട്ട് റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് സ്കെയിൽ ചെയ്ത് കൊടുത്തിട്ട് ഒരു നീളത്തിലുള്ള ഇത് വരയ്ക്കുക. വരച്ചിട്ട് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ്. അത് കൺട്രോൾ ടി അടിച്ച് ഒന്ന് ജസ്റ്റ് ഹൊറിസോണ്ടൽ രീതിയിൽ ഒന്ന് ചരിച്ചു കൊടുക്കുക. അപ്പം അതൊന്ന് ടെക്സ്റ്റ് ചെയ്തിട്ട് അതൊന്ന് കൺട്രോൾ ടി അടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ചെറുതാക്കി കൊടുക്കാം. ഇനി അതിൻ്റെ ഒരു കോപ്പി എടുക്കുക. അതും ജസ്റ്റ് ഒന്ന് താഴോട്ടാക്കി അതും കൺട്രോൾ ടി പ്രസ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ചെറുതാക്കുക. അതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് ചെറുതാക്കി കൊടുക്കാം. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു കോപ്പിയോടെ നമ്മളെടുത്ത് ടെക്സ്റ്റ് കൺട്രോൾ ടി അടിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഒന്ന് ജസ്റ്റ് ഇതാക്കി കൊടുക്കാം. അപ്പം അതിൻ്റെ ഒരു ലെയറും കൂടെ നമുക്ക് മെർജ് ചെയ്തിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒരെണ്ണം എടുക്കാം. സൂം ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക. കൺട്രോൾ ടി പ്രസ് ചെയ്തിട്ട് അതൊന്ന് വെർട്ടിക്കലായിട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈസ് കുറച്ച് കുറയ്ക്കുക. ഓക്കെ,
ഒരു എഫക്ട്സ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളതൊന്ന് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. ഇനി നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങളത് ചെയ്തെടുക്കുക. നമ്മളൊരു ജസ്റ്റ് ബേസിക്കാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലയൻറ്റിൻ്റെ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലോഗോ, അവരുടെ കമ്പനിയുടെ ലോഗോ, അതുപോലെ നമ്മുടെ കോൺടാക്ട്സ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്താൽ മാത്രം മതി. ഇത് ഞാനൊരു ബേസിക്കാണ്. നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ നമുക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇങ്ങനെയും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം നമ്മുടെ ഇമേജസ് HD ഇമേജസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യാൻ നോക്കുക. ഇത് ജസ്റ്റ് ഞാൻ ഡൗൺലോഡ് ആയതുകൊണ്ട് കുറച്ച് പിക്സലേറ്റഡ് ആയിട്ടുണ്ട്. നല്ല HD ഇമേജസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.